മോസ്കോ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് റഷ്യ. റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങൾ 76 യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിനാലാണ് റഷ്യയുടെ ഈ നീക്കം. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ റഷ്യയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയായ റൊസാവിറ്റ്സിയ മോസ്കോയിലെ 4 പ്രധാന വിമാനത്താവളങ്ങളിലെയും വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങൾ 76 യുക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിനാലാണ് റഷ്യയുടെ ഈ പ്രധാനപ്പെട്ട നീക്കം. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം റഷ്യ നടത്തിയതായി യുക്രൈൻ വ്യോമസേന ആരോപിച്ചിരുന്നു. മാത്രമല്ല പല ഭാഗങ്ങളിലും റഷ്യ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതായും യുക്രൈൻ ആരോപിക്കുന്നുണ്ട്. ഇതിനിടെ യുക്രൈന്റെ തെക്കുകിഴക്കൻ മേഖലയിലേക്ക് തങ്ങൾ നീങ്ങുകയാണെന്നായിരുന്നു റഷ്യൻ സൈന്യം അറിയിച്ചിട്ടുള്ള മറ്റൊരു കാര്യം. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ ആക്രമണം ശക്തമായി കൊണ്ടിരിക്കുമ്പോഴും തടവുകാരുടെ കൈമാറ്റം നടക്കുകയാണ്. 25 വയസ്സിന് താഴെയുള്ള യുദ്ധ തടവുകാരെ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറിയിട്ടുമുണ്ട്. 100 കണക്കിന് സൈനികർ വൈരാഗിക പുനഃസമാഗമത്തിൽ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ജൂൺ 2-ന് തുർക്കിയിലെ ഇസ്താംബൂളിൽ യുക്രൈൻ, റഷ്യ, അമേരിക്ക രാജ്യങ്ങളിലെ പ്രതിനിധികൾ നടത്തിയ സമാധാന ചർച്ചയെ തുടർന്നാണ് ഈ യുദ്ധ തടവുകാരെ കൈമാറിയത്. 1200 യുദ്ധ തടവുകാരെയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറിയിരിക്കുന്നത്. അതേസമയം റഷ്യയും ഉത്തര കൊറിയയും ഈ മാസം നേരിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും കൂടിയുണ്ട്. COVID-19 മഹാമാരി മൂലം 2020-ൽ യാത്ര നിർത്തിവച്ചതിന് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നീക്കമെന്ന് റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള റെയിൽവേ കമ്പനി അറിയിച്ചത്. റഷ്യയ്ക്കും ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിനും ഇടയിൽ ജൂൺ 17 മുതൽ പ്രതിമാസം 2 തവണ ട്രെയിൻ റൂട്ട് പുനരാരംഭിക്കുന്നതിന് ഉത്തര കൊറിയൻ റെയിൽവേ മന്ത്രാലയവുമായി ധാരണയിലെത്തിയതായാണ് റഷ്യൻ റെയിൽവേ പ്രഖ്യാപിച്ചത്. 10,000 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതും 8 ദിവസം നീണ്ടു നിൽക്കുന്നതുമായ ഈ യാത്ര ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായ റെയിൽപാതയായാണ് വിശ്വസിക്കപ്പെടുന്നത്. ചൈനയുടെ വടക്കുകിഴക്കൻ അതിർത്തിയോട് ചേർന്നുള്ള ഉത്തര കൊറിയൻ നഗരമായ പ്യോങ്യാങ്ങിനും റഷ്യയിലെ ബറോവിസ്കിനും ഇടയിലുള്ള മറ്റൊരു സർവീസ് 2 ദിവസത്തിന് ശേഷം പുനരാരംഭിക്കും. ഈ സർവീസുകൾ കൊറിയൻ സ്റ്റേറ്റ് റെയിൽവേ ആയിരിക്കും നടത്തുക. COVID-19 പാൻഡമിക്കിന്റെ തുടക്കത്തിൽ 2020 ഫെബ്രുവരിയിൽ റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും ഇടയിലുള്ള പാസഞ്ചർ റെയിൽ ഗതാഗതം നിർത്തിവെച്ചിരുന്നു. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിനു ശേഷം റഷ്യയും ഉത്തര കൊറിയയും സൈനിക മേഖലയിൽ ഉൾപ്പെടെ സഹകരണം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ സഹായിക്കുന്നതിനായി റഷ്യയിലേക്ക് 10,000-ലധികം സൈനികരെയും ആയുധങ്ങളെയും അയച്ചതായി ഏപ്രിൽ അവസാനത്തിൽ ഉത്തര കൊറിയ സ്ഥിരീകരിച്ചിരുന്നു. റഷ്യയുടെ പടിഞ്ഞാറൻ കുർസ്ക് മേഖല യുക്രൈനിൽ നിന്ന് തിരിച്ചുപിടിക്കുന്നതിൽ ഈ സഹായം നിർണായകമായ കാര്യമായിരുന്നു. ചരക്ക് റെയിൽ ശൃംഖലകൾ വഴിയും രാജ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചരക്ക് ഗതാഗതത്തിന്റെ വലിപ്പം റഷ്യ വെളിപ്പെടുത്തിയിട്ടുമില്ല. റഷ്യയ്ക്ക് മറ്റൊരു പ്രഹരം കൂടി ഏറ്റിരുന്നു. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന അമേരിക്കൻ കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ നീക്കം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ എതിർപ്പ് കാരണം നിർത്തിവെച്ചിരിക്കുകയാണെന്ന ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റഷ്യൻ ഊർജ്ജം, യുറേനിയം, മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% തീരുവ ചുമത്തുമെന്ന നിയമനിർമ്മാണത്തിന് സെനറ്റിൽ 80-ലധികം പേരുടെ പിന്തുണയുണ്ട്. ഇതിനെ ബ്ലൂംബെർഗ് വിറ്റോ പ്രൂഫ് പിന്തുണ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. താൻ ബില്ല് പരിശോധിച്ചിട്ടില്ലെന്നും റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ ശരിയായ സമയത്ത് മാത്രമേ പരിഗണിക്കൂ എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഈ മാസം തന്നെ ഈ നടപടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അമേരിക്കൻ കോൺഗ്രസിന്റെ ശ്രമത്തിന് അദ്ദേഹത്തിന്റെ നിലപാട് തടസ്സം സൃഷ്ടിച്ചിരുന്നു. അതേസമയം റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു സമാധാന കരാറിലെത്താൻ കഴിയില്ലെന്ന് വ്യക്തമായാൽ എപ്പോൾ നടപടിയെടുക്കുമെന്ന് തീരുമാനമെടുക്കുമെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണ്. റഷ്യയ്ക്കും യുക്രൈനുമെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ദീർഘദൂര ആണവശേഷിയുള്ള റഷ്യൻ ബോംബറുകൾക്ക് നേരെ അടുത്തിടെയുണ്ടായ യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ചും ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചതാണ്. റഷ്യയ്ക്ക് പ്രതികാരം ചെയ്യാൻ ഒരു കാരണം നൽകുന്നതിലൂടെ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത യുക്രൈൻ വർദ്ധിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കൻ പിന്തുണയുള്ള സമാധാന ചർച്ചകളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യുക്രൈൻ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്നാണ് റഷ്യ ആരോപിച്ചത്.